പ്രിയമുള്ളവരെ, തൃശ്ശൂരിൽ നിന്ന് ചില കരക്കമ്പികൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ നിയമസഭാ സീറ്റ് പിടിച്ചെടുത്തു കളയും എന്ന് വീമ്പിളക്കി കോൺഗ്രസിൽ നിന്ന് BJPയിൽ ചാടിയ സാക്ഷാൽ പത്മജ വേണുഗോപാൽ പത്മേച്ചി കോൺഗ്രസിലേക്ക് തിരിച്ചു വരുവാനുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തുന്നു എന്ന രീതിയിലുള്ള നിഗമനങ്ങളും വിശകലനങ്ങളും ഒക്കെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ സഹോദരനും ഇപ്പോൾ ആരോഗ്യമന്ത്രിയുമായ കെ മുരളീധരനും അതിന് അനുകൂലമായി സമ്മതം മൂളി എന്ന വിശകലനങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും സഹോദരിയാണല്ലോ, രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി ഇങ്ങനെ അലയണ്ട എന്ന് ഒരുപക്ഷെ മുരളീധരൻ വിചാരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം കൃപയൊക്കെ തോന്നി ഇപ്പോൾ പത്മജ വേണുഗോപാലിനെ തിരികെ വിളിക്കുന്നതിന് സമ്മതം മൂളിയിരിക്കുന്നത് എന്ന ഒരു വിശകലനമാണ് പുറത്തു വരുന്നത്. എന്തായാലും മുരളീധരൻ ഇലക്ഷനിലൊക്കെ തോറ്റ് ഒന്നുമില്ലാതെ ഭിക്ഷാന്തേഹിയായി നടക്കുമെന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞിരുന്നതെങ്കിൽ പത്മജ വേണുഗോപാൽ തോറ്റ് ഇപ്പോൾ ഉമ്മറത്തിരിക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. വട്ടിയൂർക്കാവിൽ മത്സരിച്ചപ്പോൾ മുരളീധരനെ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെടുത്തി മൂലക്കിരുത്തും എന്നൊക്കെ പറഞ്ഞ പത്മജ വേണുഗോപാൽ മൂലക്കിരിക്കുകയാണ്. മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിച്ച് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയുമായി വിലസുകയാണ് എന്നൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. പത്മജ വേണുഗോപാലിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം നമ്മളെടുത്താൽ അവർക്ക് കോൺഗ്രസ് പാർട്ടി കൊടുക്കാവുന്നതിൽ പരമാവധി അംഗീകാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലീഡർ കെ കരുണാകരൻ്റെ മകൾ എന്ന രീതിയിൽ എല്ലാ രീതിയിലും പാർട്ടി അവരെ പരിഗണിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വളരെ ചെറുപ്പത്തിൽ 40 വയസ്സിലാണ് അവർ KTDCയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ KTDCയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിത്വം അവരായിരിക്കും എന്നാണ് തോന്നുന്നത്. ആ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ 2004 ലോക്സഭാ ഇലക്ഷനിൽ അവരെ മുകുന്ദപുരത്ത് നിന്ന് മത്സരിപ്പിക്കുന്നു. മുകുന്ദപുരം എന്ന് പറയുന്ന സീറ്റിനെ കുറിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം അറിയാവുന്ന ആർക്കും അറിയാം. ഇപ്പോൾ ആ സീറ്റില്ല. അത് കൈപ്പത്ത് ചിഹ്നത്തിൽ ഏത് കുറ്റിച്ചൂലിൽ നിന്നാലും മത്സരിച്ച് വിജയിക്കുന്ന സ്ഥലമാണ്. അവിടെ പോയി 1,25,000 വോട്ടുകൾക്ക് പരാജയം ഏറ്റുവാങ്ങിയ ആളാണ് KTDCയുടെ മുൻ ചെയർമാൻ കൂടിയായിരുന്ന പത്മജ വേണുഗോപാൽ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ അവർക്ക് അത്രത്തോളം അംഗീകാരം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാം. മാത്രമല്ല, ഈ മുകുന്ദപുരം സീറ്റ് പത്മജ വേണുഗോപാൽ മത്സരിക്കുന്നതിന് മുമ്പ് സാക്ഷാൽ കെ കരുണാകരൻ, പത്മജ വേണുഗോപാലിൻ്റെയും കെ മുരളീധരൻ്റെയൊക്കെ പിതാവ് മത്സരിച്ച് വിജയിച്ചിരുന്ന ഒരു സീറ്റ് കൂടിയാണ്. അതായത് പത്മജ വേണുഗോപാൽ ജനങ്ങളുടെ ഇടയിൽ അത്ര കണ്ട് അഭിമതയല്ല. അതുകൊണ്ടാണ് അവർ ഇലക്ഷനിലൊക്കെ തോക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. എങ്കിലും പാർട്ടി അവരെ പരമാവധി പരിഗണിച്ചിരുന്നു. അവർ ACC അംഗമായിരുന്നു, KPCCയുടെ വൈസ് പ്രസിഡന്റ്. അത് ചെറിയ പദവിയല്ല. KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, തൃശ്ശൂർ DCC പ്രസിഡന്റ് ആയിരുന്നു, KPCCയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറി ആയിരുന്നു, പിന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി ഭാരവാഹി. അത് ചെറിയ പദവിയല്ല. UPA സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ഇതൊക്കെ അവർ നൽകിയിട്ടുണ്ട്. എന്നിട്ടും അവർ കോൺഗ്രസ് പരിഗണിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് പാർട്ടി വിട്ടുപോയത്. BJPയിലെത്തിയപ്പോൾ അവർക്ക് BJP നൽകിയ സ്ഥാനം എന്ന് പറയുന്ന ദേശീയ നിർവാഹക സമിതി അംഗമെന്നാണ്. അതിപ്പോൾ എല്ലാവർക്കും, എനിക്കൊന്നും നമ്മുടെ ഒട്ടകം ഗോപാലകൃഷ്ണനും ഒക്കെ ദേശീയ ഭാരവാഹി ആണ്. അങ്ങനെ ഒരു പദവി മാത്രം, നാമമാത്രമായ ഒരു പദവി മാത്രം കൊടുത്ത് അവരെ BJP ഒതുക്കിയായിരുന്നു. കോൺഗ്രസ് കൊടുത്ത വലിയ പദവികളൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ 2 പ്രാവശ്യം തൃശ്ശൂരിൽ നിന്ന് പരാജയപ്പെട്ടതുകൊണ്ട് ഇനി ഒരു പക്ഷേ തൃശ്ശൂർ സീറ്റ് കോൺഗ്രസ് കൊടുത്തേക്കില്ല എന്ന് കരുതിയായിരിക്കാം അവർ BJPയിലെത്തിയത്. മറ്റു ചില കാരണങ്ങളുമൊക്കെ പറഞ്ഞു കേൾക്കുന്നു അവരുടെ ഹസ്ബൻഡുമായി ബന്ധപ്പെട്ട. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് തെളിവില്ലാതെ നമ്മൾ പരാമർശിക്കുന്നത് ശരിയല്ല. പക്ഷേ BJPയിലെത്തിയതിനു ശേഷം അവരുടെ ഇലക്ഷൻ പ്രകടനം അത് മോശമായിരുന്നു 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്നതാണ് യാഥാർത്ഥ്യം. രണ്ടാമത്തെ പ്രാവശ്യം അവർ പരാജയപ്പെടുന്നത്, അതായത് കോൺഗ്രസ്സിലായിരിക്കുമ്പോൾ അവർ പരാജയപ്പെടുന്നത് വെറും 946 വോട്ടുകൾക്ക് മാത്രമാണ് P. ബാലചന്ദ്രനോട്. ആദ്യത്തെ പ്രാവശ്യം അന്ന് സംസ്ഥാന മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന സുനിൽകുമാറിനോട് അവർ 7000 വോട്ടുകൾക്ക് പരാജയപ്പെടുന്നുണ്ടെങ്കിലും 2021 ഇലക്ഷനിൽ 946 വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത്. പക്ഷേ 2026 അവർ BJP ടിക്കറ്റിൽ, കോൺഗ്രസ് വിട്ട് BJP ടിക്കറ്റിലെത്തുമ്പോൾ അവരുടെ സഹോദരൻ മുരളീധരൻ പറഞ്ഞതുപോലെ വർക്ക് അറ്റ് ഹോം തന്നെയായിരുന്നു പത്മജയുടെ ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് വ്യക്തമാക്കുന്ന ആ ഒരു റിസൾട്ടായിരുന്നു അവിടെ ഉണ്ടായത്. അതായത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനൊക്കെ ചേച്ചിക്ക് അല്പം ബുദ്ധിമുട്ടാണ്, വിയർപ്പിൻ്റെ അസുഖമുണ്ട്, മേക്കപ്പൊക്കെ അഴിയാതെയുള്ള ഇലക്ഷൻ പ്രവർത്തനമേ നടത്താൻ പറ്റൂ എന്ന രീതിയിലുള്ള ഇലക്ഷൻ റിസൾട്ടാണ് 2026 അവിടെ ഉണ്ടാകുന്നത്. കാരണം അവിടെ മത്സരിച്ച CPIയുടെ സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ തൃശ്ശൂർക്കാരനെ അല്ല, അദ്ദേഹം എഴുത്തുകാരൻ എന്ന പരിഗണന, CPIക്ക് എഴുത്തുകാരോടൊക്കെ അല്പം ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ്. അതുകൊണ്ട് എഴുത്തുകാരൻ എന്ന പരിഗണന കൊടുത്ത് ലീലാകൃഷ്ണനെ CPI മലപ്പുറത്ത് നിന്ന് കൊണ്ടുവരികയായിരുന്നു. അദ്ദേഹം 33,847 വോട്ടുകൾ പിടിച്ച് 2ാം സ്ഥാനത്തെത്തുമ്പോൾ തൃശ്ശൂരിൽ ഉണ്ടും ഉറങ്ങിയും കഴിഞ്ഞ തൃശ്ശൂർക്കാരിയായ പത്മജ വേണുഗോപാൽ 28,662 വോട്ടുകൾ പിടിച്ച് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. അതായത്
പത്മജ വേണുഗോപാൽ മൂന്നാം തവണ BJP ടിക്കറ്റിൽ, ആദ്യ 2 പ്രാവശ്യം കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ച് മൂന്നാമത് BJP ടിക്കറ്റിലേക്ക് വന്ന് മത്സരിച്ചിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ സഹതാപവും ഇഷ്ടവും തോന്നിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2021 40,457 വോട്ടുകൾ BJP പിടിച്ചെടുത്തതാണ്. അന്ന് സുരേഷ് ഗോപിയായിരുന്നു സ്ഥാനാർത്ഥി. 2026 പത്മജ വേണുഗോപാൽ വരുമ്പോൾ 33,847 വോട്ടുകൾ എന്ന രീതിയിലേക്ക് കുറയുന്നത്. പത്മജ വേണുഗോപാലിൻ്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് കരുണാകരൻ്റെ മകളാണ്, അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് കുറച്ച് വോട്ടിടും, പിന്നെ സുരേഷ് ഗോപി തൻ്റെ സഹോദരനാണ്, ആ വോട്ടുകളെല്ലാം ചേർത്ത് വിജയിക്കുമെന്നായിരുന്നുവെങ്കിൽ അമ്പേ പരാജയപ്പെട്ടു പോയി പത്മജ വേണുഗോപാൽ എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണിപ്പോൾ BJPയിൽ നിന്നിട്ട് ഉപയോഗമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി പത്മജ ചേച്ചി തിരിച്ച് കോൺഗ്രസ്സിലേക്ക് വരുന്നത് എന്നുള്ള തയ്യാറെടുപ്പെടുക്കുന്നത് എന്ന ഒരു ചർച്ച വരികയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ്സിലായിരുന്നപ്പോൾ ആര് മന്ത്രിയാണ് എന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടം പത്മജയ്ക്കുണ്ടായിരുന്നു. കരുണാകരനൊക്കെ സ്ട്രോങ് ആയി നിൽക്കുന്ന സമയത്ത് ആരാണ് മന്ത്രി, ആരെവിടെയൊക്കെ മത്സരിക്കണം, ലോക്സഭയിൽ ആർക്കൊക്കെ സീറ്റ് കൊടുക്കണം, നിയമസഭയിൽ ആർക്കൊക്കെ സീറ്റ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് പത്മജയായിരുന്നു എന്ന് ചില രാഷ്ട്രീയ വാർത്തകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോൾ മുരളീധരൻ ഇടപെട്ട് തന്നെ പത്മജയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പത്മജയെ പോലെയല്ല മുരളീധരൻ ഈ പിതാവിൻ്റെ ഒരു പാതയിൽ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന ആളാണെങ്കിലും അദ്ദേഹം കഴിവ് തെളിയിച്ച ഒരു KPCC പ്രസിഡൻ്റായിരുന്നു, കഴിവ് തെളിയിച്ച രാഷ്ട്രീയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന കാര്യത്തിൽ സംശയമില്ല. KPCCയുടെ ഏറ്റവും നല്ല പ്രസിഡൻ്റായിരുന്നു, KPCCക്ക് ആസ്ഥാനം ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. അതുപോലെ ജയ്ഹിന്ദ് TV, പാർട്ടിക്ക് ചാനൽ, അതുപോലെ പാർട്ടിക്ക് വേണ്ടിയിട്ട് വീക്ഷണം പത്രം, അത് ഏകദേശം മരിച്ചു കിടന്ന വീക്ഷണം പത്രത്തേക്ക് പുനർജീവിപ്പിച്ചെടുത്തത് അദ്ദേഹമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് പിതാവിൻ്റെ പാതയിൽ നിന്ന് വന്നതാണെങ്കിലും രാഷ്ട്രീയത്തിൽ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിത്വമാണ് മുരളീധരൻ. പക്ഷേ പത്മജയ്ക്ക് അങ്ങനെ കഴിവൊന്നും തെളിയിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു പക്ഷേ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ റിസൾട്ടുകൾ എടുത്തു നോക്കിയാൽ ഒരു പക്ഷേ വിജയത്തേക്കാൾ അദ്ദേഹത്തിന് കൂടുതൽ പരാജയമായിരിക്കാം. പക്ഷേ അതിനൊരു കാരണം പാർട്ടി പറഞ്ഞ സ്ഥലത്തൊക്കെ അദ്ദേഹം യാതൊരു ഭാവവ്യത്യാസവും പ്രകടിപ്പിക്കാതെ മത്സരിച്ചു എന്നാണ്. നേമത്ത് ഒരിക്കലും വിജയിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു, എന്നിട്ടും പാർട്ടി പറഞ്ഞപ്പോൾ പോയി മത്സരിച്ചു. അവിടെ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്ന വിധം വോട്ടുകൾ പിടിച്ചു. അതുപോലെ തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് BJP ചാടിയ അവസരത്തിൽ പാർട്ടിയിലേക്ക് ചില അപകീർത്തികരമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം പാർട്ടി പറഞ്ഞത് അനുസരിച്ച് അവിടെ പോയി മത്സരിച്ചു. അവിടെ പ്രതാപനൊക്കെ അദ്ദേഹത്തെ പിറകിൽ നിന്ന് കുത്തി തോൽപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിമുദ്ര അദ്ദേഹത്തിന് എപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അദ്ദേഹം ഈ ആരോഗ്യമന്ത്രി ആയതിനു ശേഷം അവിടെ നടത്തുന്ന ഈ പ്രവർത്തനങ്ങളുമൊക്കെ ശ്ലാഘനീയമാണ്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പത്മജയുടെ ലെവൽ ഒരു വേറെ ലെവലാണ്. അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ മുരളീധരൻ ആരോപിച്ചതുപോലെ വർക്ക് അറ്റ് ഹോം രാഷ്ട്രീയമാണ് അവർക്ക് താല്പര്യം എന്നതുകൊണ്ട് തന്നെയാണ് അവർ മിക്കപ്പോഴും ഇലക്ഷനുകളിൽ പരാജയപ്പെടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് അവർക്ക് കൊടുക്കാനുള്ള എല്ലാ പരിഗണനയും കൊടുത്തു കഴിഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ചില ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ഫലമായിട്ട് തൃശ്ശൂരിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ഈ പ്രവർത്തനം ഒരു പരിധി അത് കുറച്ചുകൂടി സമ്പുഷ്ടീകരിച്ചാൽ ഈ എത്രത്തോളം റിബൽ പ്രവർത്തനം ഉണ്ടായാലും അതുമൊക്കെ അതിജീവിച്ച് വിജയിക്കുവാനുള്ള കഴിവ് പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാരൊക്കെ നേടിയെടുക്കാറുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ പത്മജയ്ക്ക് അത്തരം കഴിവുകളില്ലാത്തതായിരിക്കാം അവരുടെ പരാജയത്തിൻ്റെ കാരണം. എന്തായാലും ഇനി കോൺഗ്രസ് അവരെ സ്വീകരിക്കുമോ സ്വീകരിക്കില്ലോ എന്നത് ചോദ്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.